ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ചാനൽ. ഒരു ചെറിയ വീഡിയോ പറഞ്ഞു പോകാനുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. വേറൊന്നുമല്ല, ഒരു ചെറിയ ലോക്കൽ ട്രിപ്പിൽ ഞാൻ അവിടെ പോവുകയുണ്ടായി. അതായത് വാണിയമ്പലം എന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ നിന്നും ഏതാണ്ട് ഒരു 10-18 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് വാണിയമ്പലം എത്താം. ഇവിടെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് വാണിയമ്പലത്തു നിന്നും നമുക്ക് ഷൊർണൂരിലേക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലെ വിശേഷങ്ങളിലേക്ക് പോകാം. നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന 10:30 പാലക്കാട് എക്സ്പ്രസ്സാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ റൂട്ടിന് സമാന്തരമായാണ് ആ ഒരു പാറയിലേക്ക് നമുക്ക് പോകാനുള്ളത്. പാറ എന്ന് പറയുമ്പോൾ വലിയ ഒരു പർവ്വതം, ഹിമാലയം പോലെയുള്ള പർവ്വതം പാറയൊന്നുമല്ല, ചെറിയൊരു പാറ. പക്ഷേ ഇത് നമുക്ക് ഈ ട്രെയിനിൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രാധാന്യമേറിയതും അതുപോലെ തന്നെ കാണുവാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു പാറ തന്നെയാണ്. പേര് വാണിയമ്പലം പാറ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലോങ് വ്യൂ എന്ന് പറയുന്നത്. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു 10:30 മണിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ പാറയിലേക്ക് ഒന്ന് കയറി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസാചാരങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രവും ഈ പാറയുടെ മേൽ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിശുദ്ധ പാറയായി തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ. അപ്പോൾ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് വളരെ ദൂരങ്ങളോളം പരിസര കാഴ്ചകൾ കാണുവാൻ സാധിക്കും. പ്രധാനമായും അത് ഉൾപ്പെടുന്നത് വണ്ടൂർ, വാണിയമ്പലം, അതുപോലെ തന്നെ ഇങ്ങേ മറിയിൽ നിൽക്കുകയാണെങ്കിൽ പാലക്കാട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള വിദൂര സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നും കാണുവാൻ സാധിക്കും. അപ്പോൾ നട്ടുച്ച സമയം ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കഠിനമായ വെയിൽ ഞാൻ ഏറ്റുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി പറ്റിയത്. വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു കാഴ്ച വളരെ രസകരവും അതുപോലെ തന്നെ ആനന്ദകരവുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാറയുടെ മുകളിലുള്ള ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി കാണാൻ സാധിച്ചു. പക്ഷേ അവിടേക്ക് ആക്സസ് ഇല്ലാത്തതിനാൽ ഞാൻ ഒരു ലോങ് ഷോട്ടിൽ അത് ഒതുക്കുകയാണ്.